നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ദശകം 71 കേശി വ്യോമാസുര വധമാണ് നാരായണീയത്തിൻ്റെ ക്ലാസ്സിൽ ഇനി എടുക്കാനുള്ളത്. അപ്പം ഞാൻ വായിക്കാം കേട്ടോ. യജ്ഞേഷു സർവേഷ്വപി നാവകേശി കേശീ സഫോജേഷി ദുരിഷ്ടബന്ധുഃ താം സിന്ധുജാവാപ്യ ഇതീവ മത്വാ സംപ്രാപ്തവാൻ സിന്ധുജവാജിരൂപഃ. ഏത് പ്രവൃത്തിയിലും ഫലപ്രാപ്തി കൈവരിക്കുന്നവനും, അതായത് ഒന്നു തീരുമാനിച്ചാൽ അത് സാധിക്കുന്നവനായിരുന്നു അവൻ. ഫോജ രാജാവായ കംസന്റെ ഉറ്റ സുഹൃത്തുമായ കേശി എന്ന അസുരൻ അവിടുന്ന് സിന്ധുവിൽ ജനിച്ചവർക്ക് പ്രാപ്യനാണെന്നു കരുതിയിട്ടെന്ന പോലെ സിന്ധുദേശത്തിൽ ജനിച്ച ഒരു കുതിരയുടെ രൂപം ധരിച്ചുകൊണ്ട് അവിടത്തെ അടുക്കൽ എത്തിച്ചേർന്നു. അപ്പോൾ കേശി എന്ന് പറയുന്ന ഒരു അസുരനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും അത് അപ്പോൾ തന്നെ തീരുമാനിക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു അസുരനായിരുന്നു ഈ കേശി എന്ന് പറയുന്ന അസുരൻ. അപ്പോൾ ഈ കേശി എന്ന് പറയുന്ന അസുരൻ ഒരു കുതിരയുടെ രൂപം ധരിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഗന്ധർവതാമേഷ ഗദോഭവിരുക്ഷൈർനാദൈ സമുദോജിത സർവലോകഃ ഭവദ്ദി ലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപഃ പുനരാപപത്വാം. പാപിയായവൻ ഗന്ധർവഭാവത്തെ, അതായത് കുതിരയുടെ രൂപത്തെ പ്രാപിച്ചവനെങ്കിലും അതിഭയങ്കരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് സർവലോകരെയും ഭയപ്പെടുത്തിയും അവിടത്തെ കാണുന്നതുവരെ ഗോകുലത്തെ തകർത്തുകൊണ്ടും മുന്നേറി. പിന്നെ അവിടത്തെ കണ്ടപ്പോൾ അവിടത്തേക്ക് നേരെ ചാടി വീണു. അപ്പോൾ ഈ കേശി എന്ന് പറയുന്ന ദുഷ്ടനായ അസുരൻ ഇങ്ങനെ എന്താ പറയാ, കുതിരയുടെ രൂപത്തെ പ്രാപിച്ചവനാണെങ്കിലും അതിഭയങ്കരമായ ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് ഭഗവാന്റെ നേരേക്ക് ഈ കുതിരയുടെ രൂപം ധരിച്ച് കേശി എന്ന് പറയുന്ന അസുരൻ ചാടി വീഴുകയാണ്. താർഷ്യാർപ്പിതംഗ്രസ്തേവ താർഷ ഏഷ ചിക്ഷേപ വക്ഷോഭു വിനാപപാദം ഭൃഗോഹ പദാഘകാദാം നിശമ്യ സ്വേനാപപി ശക്യൻ തദീതീവ മോഹാദ്. അല്ലയോ ഭഗവാനേ, പണ്ട് ഭൃഗുമഹർഷി അവിടുത്തെ നെഞ്ചിൽ ചവിട്ടിയ ശ്രീവത്സം എന്ന മറുകു ഉണ്ടായ കഥ കേട്ടിട്ട് തനിക്കും അതിന് സാധിക്കുമെന്ന് കരുതിയിട്ടെന്ന പോലെ ഈ കുതിര ഗരുഡനിൽ അർപ്പിക്കപ്പെട്ട പാദങ്ങളോട് കൂടിയ അവിടത്തെ തൊഴിച്ചു. അപ്പം എന്താണ്, ഭൃഗുമഹർഷി പണ്ട് ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയ ഒരു കഥയുണ്ടല്ലോ, ആ കഥ എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് ലക്ഷ്മി ദേവി അപ്പോൾ ഭൃഗുമഹർഷി ഇങ്ങനെ നെഞ്ചിൽ ചവിട്ടിയത് കണ്ടിട്ട് ഭഗവാൻ പ്രതികരിക്കാതിരുന്നപ്പോൾ ലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ട് ഇറങ്ങി പോവുകയും തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അവിടെയാണ് തിരുപ്പതി ഭഗവാൻ. അങ്ങനെ ദേവീനെ അന്വേഷിച്ച്, ലക്ഷ്മി ദേവീനെ അന്വേഷിച്ച് ഭഗവാൻ തിരുപ്പതിയിൽ എത്തിച്ചേരുക. അങ്ങനെയാണ് തിരുപ്പതി ഭഗവാൻ ഉണ്ടാവും ഭൂമിയിലേക്ക് വരുന്നത്, ഇറങ്ങി വരുന്നത്. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആ അടയാളം ഭഗവാന്റെ നെഞ്ചിൽ വരുത്തിയതുപോലെ തനിക്കും അങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് അഹങ്കാരത്തോടെ ഈ കേശി എന്ന് പറയുന്ന കുതിരയുടെ രൂപം എടുത്ത അസുരൻ പറയുന്നത്. പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ജലം ദ്രാമഗും ച ചിക്ഷേപിത ദൂരം ഹ സമ്മൂർച്ഛിതോ ഭവിഹൃതി മൂർച്ഛിതേന ക്രോധോഷ്മണാ കാദിതുമദ്രുതസ്ത്വാം. അല്ലയോ ഭഗവാനേ, അവിടുന്ന് തൊഴിയേൽക്കാതെ അവന്റെ കുമ്പിളിന്റെ ആഗ്രഹത്തു നിന്ന് വേഗം ഒഴിഞ്ഞു മാറുകയും അവനെ പിടികൂടി ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. വീഴ്ചയിൽ അവൻ ബോധരഹിതനായെങ്കിലും വർദ്ധിതമായ കോപത്തിന്റെ തീവ്രതയാൽ അവിടത്തെ കടിക്കാനായി അവൻ പാഞ്ഞു വന്നു.
അപ്പം ഭഗവാന്റെ നെഞ്ചിൽ ഇങ്ങനെ തൊഴിക്കുകയാണല്ലോ. ഈ നെഞ്ചിൽ ഇങ്ങനെ ചവിട്ടിയത് കണ്ടിട്ട് ഭഗവാൻ പെട്ടെന്ന് ആ കേശി എന്ന് പറയുന്ന ദുഷ്ടനായ അസുരനെ ഇങ്ങനെ വലിച്ച് എറിയുകയാണ്. അപ്പോൾ ഭഗവാന്റെ തീവ്രതയാൽ അവിടുത്തെ അപ്പം വലിച്ചെറിഞ്ഞ ആ കേശി അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഭഗവാനെ ഇങ്ങനെ കടിക്കാനായിട്ട് വരികയാണ്. ത്വംബാഹദണ്ഡേ കൃതദീച വാഹാദണ്ഡം രാധസ്തസ്യ മുഖേ തദാനീംഹ തദ്വദ്വിരുദ്ധശ്വസനോ ഗതാസുഹ സപ്തീവ ഫന്നപ്യയമൈക്യമാകാത്. അവനെ വധിക്കാനുറച്ച് അവിടുന്ന് കടിക്കാനെടുത്ത കുതിരയുടെ തുറന്ന വായിൽ തന്റെ കൈ കടത്തി വെച്ചു. ആ കൈ വായ്ക്കുള്ളിൽ വെച്ച് വികസിതമായപ്പോൾ അവന് ശ്വാസം മുട്ടി മരിച്ചു വീണു. അവിടത്തെ നിഗ്രഹിക്കാൻ കുതിരയായി വന്നവനെങ്കിലും അവൻ അവിടത്തിൽ ലയിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഈ കടിക്കാനായിട്ട് വരുന്ന ആ കുതിരയുടെ വായുടെ അകത്തേക്ക് ഭഗവാന്റെ കൈ ഇങ്ങനെ കടത്തുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുതിരയുടെ വായുടെ അകത്തേക്ക് ആ കൈ കടത്തി എന്ത് ചെയ്യണം, ഇങ്ങനെ ശ്വാസം മുട്ടിക്കുകയാണ്. അങ്ങനെ ആ കുതിരയ്ക്ക് ശ്വാസം മുട്ടുകയാണ്. ആ കേശി എന്ന് പറയുന്ന അസുരന് ശ്വാസം മുട്ടുകയാണ്. അങ്ങനെ ശ്വാസം മുട്ടി അവൻ എന്ത് ചെയ്യുകയാണ്, മരിക്കുന്നു. ശ്വാസം മുട്ടി അവന് മോക്ഷം ലഭിക്കുകയാണ്. അവന് മരിച്ച് ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ആ കേശി. അപ്പോൾ അങ്ങനെ കേശിക്ക് മരണത്തിലൂടെ ഭഗവാൻ ആ മോക്ഷപദം കൊടുക്കുകയാണ്. ആലംബമാത്രേണ പാശോഹസുരാണാം പ്രസാദകേനൂത്ന ഇവാശ്വമേദേഹാം കൃതേ ത്വയാ ഹർഷവശേ വശാസുരേന്ദ്രാ സ്ത്വാം തുഷ്ടവൂഹ കേശവാനാമധേയം. മറ്റു യാതൊരുവിധ കർമ്മങ്ങളും ഇല്ലാതെ തന്നെ കുതിരയുടെ ബലി കൊണ്ട് മാത്രം ദേവന്മാർക്ക് പ്രസാദമുണ്ടാക്കുന്ന പുതിയ അശ്വമേധ യാഗം അവിടുന്ന് നടത്തിയതു കണ്ട് സന്തുഷ്ടരായ ദേവന്മാർ അവിടത്തെ കേശവൻ എന്ന് പേര് വിളിച്ച് സ്തുതിച്ചു. അപ്പം അശ്വമേധ യാഗത്തെ പോലെ ഈ കേശി എന്ന് പറയുന്ന അസുരനെ വധിച്ചതുകൊണ്ട് ദേവന്മാർ അവിടത്തെ എന്താ പറയാ അത്രയും പുകഴ്ത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്, കേശവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് കേശവൻ എന്നുള്ള പേര് ദേവന്മാർ നൽകുകയാണ്. കംസായതേ ശൗരിസ്തുതത്വമുക്ത്വാ തം തദ്വദോ പ്രതിരുദ്ധ്യ വാചഃ പ്രാപ്തേന കേശിക്ഷപണാവസാനേ ശ്രീനാരദേന ത്വമഭിഷ്ടുതോ ബഭൂ. അവിടുന്ന് വസുദേവരുടെ പുത്രനാണ്. നാരദൻ കംസനോട് പറഞ്ഞു. അത് കേട്ടിട്ട് വസുദേവരെ കൊല്ലാൻ തുനിഞ്ഞ കംസനെ വാക്കുകൊണ്ട് തടഞ്ഞിട്ട് ആ നാരദൻ കേശീവധം നടത്തിയ അവിടത്തെ അടുക്കലെത്തി സ്തുതിച്ചു. അപ്പം അവിടുന്ന് വസുദേവരുടെ പുത്രനാണ് അല്ലേ, കൃഷ്ണൻ എന്ന് പറഞ്ഞ വസുദേവരുടെ പുത്രനാണ്. അപ്പോൾ നാരദൻ കംസനോട് പറഞ്ഞു. അത് കേട്ടിട്ട് വസുദേവരെ കൊല്ലാൻ തുനിഞ്ഞ കംസനെ വാക്കുകൊണ്ട് തടഞ്ഞിട്ട് ആ നാരദൻ കേശീവധം നടത്തിയ അവിടത്തെ അടുക്കലെത്തി സ്തുതിച്ചു. അപ്പം നാരദൻ ഈ സമയത്ത് കംസന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് കംസന്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് കേശീവധം ഭഗവാൻ നടത്തി എന്നുള്ളത്. അപ്പൊ ഇത് കേട്ടിട്ട് വസുദേവരുടെ പുത്രനാണല്ലോ കൃഷ്ണൻ, ഞാൻ വസുദേവരെ വധിക്കും എന്നൊക്കെ പറഞ്ഞ് കംസൻ ഇങ്ങനെ വരിക. അപ്പം പെട്ടെന്ന് തന്നെ നാരദ മുനി ഭഗവാന്റെ അടുത്ത് എത്തിയിട്ട് ഭഗവാനോട് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ്. കേശിയെ വധിച്ചതിൽ ഭഗവാനെ സ്തുതിക്കുകയാണ്. കഥാപി ഗോപൈഹ സഗകാനനാന്തേ നിലായന ക്രീഡനലോലുപം ത്വാംഹ മയാന്മജാഹ പ്രാപദുരന്തമായോ വ്യോമാഹിതോ വ്യോമചരോപരോധി. അല്ലയോ ജഗദീശ്വര, ആകാശചാരികളായ ദേവന്മാരെ പോലും തടയുന്നവനും മായാവിദ്യയിൽ നിപുണനും മയാസുരന്റെ മകനുമായ വ്യോമൻ എന്ന പേരുള്ള അസുരൻ കാട്ടിൽ കൂട്ടുകാരുമൊത്ത് ഒളിച്ചു കളിക്കുന്ന അവിടത്തെ സമീപിച്ചു. അപ്പം എന്താ പറയുന്ന, ആകാശചാരികളായ ദേവന്മാരെ പോലും തടയുന്നവനായ മായാവിദ്യയിൽ നിപുണനായ മയാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്. ആ അസുരന്റെ മകനായ വ്യോമൻ എന്ന പേരുള്ള അസുരൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ കാട്ടിൽ കൂട്ടുകാരുമായി ഒത്ത് കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഭഗവാനെയും കൂട്ടുകാരെയും വധിക്കാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വേറൊരു അസുരൻ, വ്യോമൻ എന്ന് പറയുന്ന അസുരൻ വരികയാണ്. സചോരപാലായിത വല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശൂം ചഹ ഗുഹാസു കൃത്വാപി തദേശിലാഫി സ്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോ ബഭൂത്. ഒളിച്ചുകളിയിൽ കള്ളന്മാരും രക്ഷകരുമായി സ്വയം സങ്കല്പിച്ച് കളിക്കുന്നതിനിടെ വ്യോമൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് ഗോപബാലകന്മാരെയും ഗോക്കളെയും ഗുഹകളിലാക്കി വലിയ കല്ലുകൾ കൊണ്ട് ഗുഹാദ്വാരങ്ങൾ അടച്ചു. ഇത് മനസ്സിലാക്കിയ അവിടുന്ന് അവനെ മർദ്ദിച്ച് കാലപുരിക്കയച്ചു.
അങ്ങനെ ഒളിച്ചുകളിയിൽ എന്ത് ചെയ്യാണ്, കള്ളന്മാരും രക്ഷകരുമായി സ്വയം സങ്കല്പിച്ച് കളിക്കുന്നതിനിടെ, അപ്പൊ നമ്മൾ കള്ളനും പോലീസും ഒക്കെ കളിക്കില്ലേ, അതേപോലെ കള്ളന്മാരും രക്ഷകരുമായിട്ട് അങ്ങനെ കളിക്കുന്നതിനിടയിൽ ഈ എന്ത് ചെയ്യാണ്, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗോപബാലകന്മാരെയും ഗോക്കളെയും ഒരു ഗുഹയിലാക്കിയിട്ട് വലിയ കല്ലുകൾ കൊണ്ട് ഗുഹാദ്വാരങ്ങൾ അടയ്ക്കുകയാണ്. ആര്? ഈ വ്യോമൻ എന്ന് പറയുന്ന അസുരൻ. അപ്പോൾ ഭഗവാന് ദേഷ്യം വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഈ വ്യോമാസുരനെ വധിക്കുകയാണ്. അങ്ങനെ വ്യോമാസുരനെയും വധിക്കുകയാണ്. അവിടെ വ്യോമാസുര വധവും നടക്കുകയാണ്. ഹരേ കൃഷ്ണ. ഏവം വിദൈച്ചാസ്ഫൂതകേളിഫദേ രാനന്ദമൂർച്ഛാതുലാം വ്രജസ്യ പദേ പദേ നൂതനയന്ന സീമാം പരമാത്മരൂപിൻ പാവനേശപായഃ. ഇപ്രകാരമുള്ള അത്ഭുതകരമായ കേളികളാൽ ഗോകുലവാസികൾക്ക് അതുല്യമായതും സീമാതീതവുമായ ആനന്ദമൂർച്ചയെ അടിക്കടി നൽകുന്ന പരമാത്മ സ്വരൂപനായ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പൊ ഇങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ്. ദശകം 72 ആഗമനം. അപ്പൊ അക്രൂരാഗമനം അറിയാലോ. ഭഗവാന് മധുരാപുരിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് വരുന്ന ആ ഒരു ഇതാണ്. കംസോവദ നാരദ ഗിരാവ്രജവാസിനം ത്വാ ആകർണ്യദീർണ ഹൃദയഃ സദു കാന്തിനീയം ആഹൂയ കാർമുക മഖചലദോ ഭവന്ത മാനേതുമേന മഹിനോദഹിനാദശായിൻ. നാരദന്റെ വാക്കുകളാൽ തന്റെ അന്തകനായി അവതരിച്ച ഫാഗിനേയനായ അവിടുന്ന് ഗോകുലത്തിലുണ്ടെന്നറിഞ്ഞ കംസന്റെ ഹൃദയം തകർന്നതുപോലെയായി. എന്നിട്ട് ധനുർയാഗത്തിൽ പങ്കെടുപ്പിക്കാനെന്ന വ്യാജേനെ മധുരയിലെത്തിച്ച് വധിക്കാനുള്ള ഉപായം ആലോചിച്ച് കംസൻ ക്ഷണവുമായി അക്രൂരനെ അവിടത്തെ അടുത്തേക്ക് വിട്ടു. അപ്പം ധനുർയാഗത്തിന് പങ്കെടുക്കാനാണെന്നുള്ള ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അക്രൂരനെ ഭഗവാന്റെ അടുത്തേക്ക് വിടുകയാണ്. ധനുർയാഗത്തിന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കാനെന്ന് പറഞ്ഞ് അക്രൂരനെ ഭഗവാന്റെ അടുത്തേക്ക് ആര് വിടുകയാണ്? കംസൻ വിടുകയാണ്. അക്രൂരയേഷവദം കൃപ്പരിശ്ചിരായ ത്വദർശനാക്ഷമനന ക്ഷിതിപാലഭീത്യഃ തസ്യാജ്ഞയൈവ പുനരീഷിതുമുദ്യസ്ത്വാ ആനന്ദഭാരമതിഭൂരിതരംബഭാര. വളരെ കാലമായി അവിടുത്തെ പാദസ്മരണയിൽ മുഴുകിയവനായിരുന്നെങ്കിലും കംസനോടുള്ള ഭയത്താൽ അവിടുത്തെ ദർശനം സാധിക്കാതിരുന്നതിൽ ദുഃഖിതനായ അക്രൂരനാകട്ടെ കംസന്റെ ആജ്ഞ മൂലം തനിക്കിപ്പോൾ ഭഗവത് ദർശനം സാധ്യമാകുമെന്ന് കണ്ട് ആനന്ദഭരിതനായി. അപ്പോൾ അക്രൂരന് ഭഗവാനെ കുറിച്ച് അറിയാം. കംസന്റെ കൂടെയാണ് അക്രൂരൻ നിൽക്കുന്നതെങ്കിൽ കൂടിയും ഭഗവാനോട് അത്രയും വലിയ ഭക്തിയാണ്. അപ്പോൾ ഭഗവാന് കാണാൻ കഴിയുമല്ലോ എന്ന് ഓർത്തിട്ട് അത്രയും ഭക്തി നിർഭരമായിട്ട് അതിൽ ആനന്ദഭരിതനാവുകയാണ് അക്രൂരൻ. സോവയം രഥേന സുകൃതി ഭവതോ നിവാസം ഗച്ഛൻ മനോരഥ ഗണാം സ്തുയിധാര്യമാണാൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംഭ്രാര്യൻ പതിന കിഞ്ചിദപി വ്യാജനാത്. പുണ്യവാനായ അക്രൂരൻ തേരിലേറി അങ്ങ് വസിക്കുന്നിടത്തേക്ക് പോകവേ അവിടുത്തെ സങ്കല്പങ്ങളിൽ ആനന്ദചിത്തനായും അവിടത്തേക്ക് എന്തെങ്കിലും ആപത്ത് പിണയുമോ എന്നുള്ള ഭയത്താൽ പ്രാർത്ഥനാനിരതനായും കഴിഞ്ഞതിനാൽ വഴിയിൽ ക്ലേശങ്ങളെ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഭഗവാന്റെ ചിന്തയിൽ തന്നെ ആ അക്രൂരൻ വരുന്നത് കൊണ്ട് ആ വരുന്ന വഴിയിലുള്ള ഒരു ക്ലേശങ്ങളെ കുറിച്ചും അക്രൂരന് യാതൊരു വിധത്തിലുള്ള ഇതും ഉണ്ടായില്ല, യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടായില്ല. ദ്രശ്യാമി വേദഗത ശീതഗതിം പുമാസം സംപ്രാപ്ഷ്യാമി കിം സ്വദപി കിം സിദപി നാമ പരിഷ്വജേയാം കിം വശ്യേമ സകലു മാം ക്വാനുവീക്ഷീതഃ സ്വാദിതം നിദായസ ഭാവന്മയേമാവമാർഗം. വേദങ്ങൾ 100 കണക്കിന് ശ്ലോകങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന ആ പുരുഷനെ എനിക്ക് കാണാൻ കഴിയുമോ? എനിക്ക് സ്പർശിക്കാൻ കഴിയുമോ? എന്നെ അദ്ദേഹം ആശ്ലേഷിക്കുമോ? എന്നോട് സംസാരിക്കുമോ? എവിടെ വെച്ചാവും കാണാൻ കഴിയുക എന്നിങ്ങനെ അങ്ങയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അക്രൂരൻ മാർഗത്തെ പിന്നിട്ടു. അപ്പം ഓരോന്ന് ചിന്തിക്കുകയാണ്, ആ ഭഗവാനെ എപ്പോഴാ കാണാൻ കഴിയുക, എങ്ങനെയാ കാണാൻ കഴിയുക, എനിക്ക് ദർശിക്കാനാവോ, എനിക്ക് ഭഗവാനെ പ്രകീർത്തിക്കാനാവുമോ, ഭഗവാനെ ആലിംഗനം ചെയ്യാനാവുമോ, ആശ്ലേഷിക്കാനാവുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അക്രൂരൻ വരികയാണ്. ഭൂയഃ ക്രമാദഭിവിശിൻ ഭവദ്രം കൃപൂതം
വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപാന പങ്കജാക്ഷ. അല്ലയോ പങ്കജാക്ഷനായ ഭഗവാനെ, അവിടുത്തെ പാദസ്പർശത്താൽ പുണ്യമാക്കപ്പെട്ടതും ബ്രഹ്മാവ് ശിവൻ ആദിയായ ദേവന്മാർക്ക് പോലും പൂജനീയവുമായ വൃന്ദാവനത്തിലെത്തിയ ആ അക്രൂരൻ താനിപ്പോൾ അത്യധികമായ ആനന്ദത്തിൽ മുഴുകിയവനെ പോലെയും അത്യധികമായ മോഹത്തിൽ ലയിച്ചതുപോലെയുമുള്ള എന്തെന്ത് അവസ്ഥകളെ പ്രാപിച്ചിരിക്കുകയില്ല. അപ്പോൾ ഭഗവാനോടുള്ള ആ ഭക്തിയാണല്ലേ, അങ്ങനെ ഒരു ഭക്തിയാണ് ഉണ്ടാവേണ്ടത്. കംസന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഉണ്ടെങ്കിലും അക്രൂരന് ഭഗവാനോട് അത്രയും വലിയ ഭക്തിയാണുള്ളത്. പശ്യന്യ വന്ദന ഭവദ്ഹൃദി സ്ഥലാനി പാംസുഷ്ടവേഷ്ടദ ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാപി ജാതാ ഏവം തു ഭക്തി തരളാ വിരളാഹ പരമാത്മൻ. അല്ലയോ പരമാത്മ സ്വരൂപനായ ഭഗവാനെ, വൃന്ദാവനത്തിൽ അവിടുന്ന് വിഹരിക്കുന്ന ഇടങ്ങൾ കണ്ട് അക്രൂരൻ ഭക്തിപൂർവം വന്ദിച്ചു. അവിടുത്തെ പാദങ്ങൾ പതിഞ്ഞ പൊടികളിൽ കിടന്നുരുണ്ടു. എന്തു പറയട്ടെ, അന്നും ജനങ്ങൾ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്രകാരം ഭക്തി പാരവശ്യമുള്ളവർ കുറവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണല്ലോ ആ വൃന്ദാവനം എന്ന് ഓർത്തിട്ട് ആ അക്രൂരൻ എന്ത് ചെയ്യണം, ഭഗവാന്റെ ആ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. അത് കാണാനുള്ള ഭാഗ്യം അക്രൂരന് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് അതില് ആനന്ദിക്കുകയാണ് ആ അക്രൂരൻ. സായം സഗോഭവനാനി ഭവച്ചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദ സരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവത്വവന സന്നിധി മന്വയാസീത്. സായം സന്ധ്യാനേരത്ത് ഗോപഭവനങ്ങളിൽ നിന്നുയരുന്ന അവിടുത്തെ ചരിതങ്ങൾ വർണ്ണിക്കുന്ന കർണാനന്ദകരമായ ഗീതങ്ങൾ കേട്ട് ആനന്ദ പ്രവാഹത്തിൽപ്പെട്ടവനെ പോലെ അവിടുത്തെ ഗ്രഹത്തിന് സമീപം എത്തിച്ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്യണ്, ആ ഭവനങ്ങളിൽ സന്ധ്യാസമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ പറയാണ്. നമ്മൾ തന്നെ സന്ധ്യാസമയത്ത് ഭഗവാന്റെ നാമങ്ങൾ പറയില്ലേ, കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ ഭഗവാനെ കീർത്തിക്കുകയാണ്. താവദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻവവന്ദമയമഗ്രജവന്ദമന്തർ ബ്രഹ്മാനുഭൂതിരസസിന്ധു മിവോദ്വമന്ദം. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, പശുക്കളെ കറക്കുന്നത് കൊതിയോടെ നോക്കി നിൽക്കുന്നവനും ഉത്തമ ഭക്തനായ അക്രൂരന്റെ വരവിനെ കാത്തു നിൽക്കുന്നവനും ഉള്ളിലെ ബ്രഹ്മാനന്ദരസ സമുദ്രത്തെ പ്രവഹിപ്പിക്കുന്നവനുമായ അങ്ങയെ ജ്യേഷ്ഠനോടൊപ്പം ആ അക്രൂരൻ കണ്ടു. അങ്ങനെ ഭഗവാനെ ആരുടെ കൂടെ, ബലരാം സ്വാമിയുടെ കൂടെ അങ്ങനെയുള്ള സർവവ്യാപിയായ ഭഗവാനെയും പശുക്കളെ കറക്കുന്നത് കൊതിയോടെ നോക്കി നിൽക്കുന്നവനും ഉത്തമ ഭക്തനായ അക്രൂരന്റെ വരവ് കാത്തു നിൽക്കുന്നവനും ഉള്ളിലെ ബ്രഹ്മാനന്ദ സമുദ്രത്തെ പ്രവഹിപ്പിക്കുന്നവനുമായി, അതായത് നമ്മുടെ ഉള്ളിൽ അത്രയും ബ്രഹ്മാനന്ദ രസ സമുദ്രം എന്ന് പറയുന്നത്, അതത്രയും ആനന്ദത്തെ അത്രയും ഇത് പ്രകടിപ്പിക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ആരുടെ കൂടെ കാണുകയാണ്, ബലരാം സ്വാമിയുടെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ കാണുകയാണ്. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദൗപീത നീല രുചിരാംബര ലോഭനീയൗ നാദി പ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്രവനോ സയുവാം ദദർശാം. സന്ധ്യാസ്നാനത്താൽ നിർമ്മലമായ ശരീരമുള്ളവനും മഞ്ഞയും നീലയും നിറമുള്ള ചേലകൾ അണിഞ്ഞ് ശോഭിക്കുന്നവരും കുറച്ചു മാത്രം ആഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരന്മാരും മന്ദഹാസത്താൽ ആർദ്രമായ മുഖത്തോടു കൂടിയവരുമായ നിങ്ങൾ രണ്ടുപേരെയും ആ അക്രൂരൻ കണ്ടു. അങ്ങനെ ഭഗവാന്റെ ഇത് വർണ്ണിക്കുകയാണല്ലേ. സന്ധ്യാസ്നാനത്താൽ നിർമ്മലമായ ശരീരമുള്ള, അത്രയും നിർമ്മലമായ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് അത്രയും നിർമ്മലമാണ്. അത്രയും നിർമ്മലമായ ശരീരമുള്ളവരും മഞ്ഞയും നീലയും നിറമുള്ള ചേലകൾ അണിഞ്ഞ് ശോഭിക്കുന്നവരും കുറച്ചു മാത്രം ആഭരണങ്ങളെ ബലരാം സ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും അണിഞ്ഞിട്ടുള്ളൂ.
അങ്ങനെ കുറച്ചു മാത്രം ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള സുന്ദരന്മാരും മന്ദഹാസത്താൽ ആർദ്രമായ മുഖത്തോടു കൂടിയവരുമായ നിങ്ങൾ രണ്ടുപേരെയും ആ ബലരാം സ്വാമിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും അക്രൂരൻ കാണുകയാണ്. ദൂരാദ്രതാ സമവരുഹ്യ നമന്ദമേന മുദ്യാഭ്യ ഭക്തകുലമൗലിമദോദഭൂതഗൂഹൻ ഹർഷാമിത്താക്ഷരഗിരാകുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോഭത ഗൃഹാനിനേതാ. അകലെ വെച്ച് തന്നെ തേരിൽ നിന്നിറങ്ങി തന്നെ നമിക്കുന്ന ഭക്തകുലശ്രേഷ്ഠനായ അക്രൂരനെ കണ്ടിട്ട് ബലരാമനും ഒന്നിച്ച് അവിടുന്ന് അക്രൂരനെ എഴുന്നേൽപ്പിച്ച് ആഹ്ലാദത്തോടെ ആലിംഗനം ചെയ്തു. പിന്നീട് ചുരുങ്ങിയ വാക്കുകളാൽ കുശലാന്വേഷണം നടത്തി അവിടുത്തെ തൃക്കയ്യാൽ അക്രൂരന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് നയിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം? അക്രൂരനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നന്ദേന സാഗമഭിദാതരമർച്ചയിത്വാ തം യാദവം ദതുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിരിഗതേന നിശാമനൈഷീഹ. യാദവനായ ആ അക്രൂരനെ നന്ദഗോപുരമായി ചേർന്ന് സമുചിതം ആദരിച്ച് സൽക്കരിച്ച് അക്രൂരൻ അറിയിച്ച കംസന്റെ ധനുർയാഗ വൃത്താന്തവും ക്ഷണവും ഗോപന്മാരെ അറിയിച്ചിട്ട് അവിടുന്ന് അക്രൂരനോട് പല കഥകൾ പറഞ്ഞ് രാത്രി കഴിച്ചുകൂട്ടി. അപ്പം യാദവനായ അക്രൂരൻ പറഞ്ഞ വാക്കുകളാണ് ഭഗവാൻ കേൾക്കുന്നത്. എന്താണ്? ധനുർയാഗം എന്ന് പറയുന്നൊരു യാഗമുണ്ട്. അതിന് ഭഗവാനെ ക്ഷണിക്കാൻ, മധുരയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് താൻ വന്നേക്കുന്നത്. അപ്പോൾ വരണം ഭഗവാനെ എന്ന് പറഞ്ഞുള്ള ക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഭഗവാൻ കേട്ടിട്ട് രാത്രി ഭഗവാൻ അവിടെ കഥകളെല്ലാം കേട്ടിട്ട് അവിടെ കഴിച്ചു കൂട്ടുകയാണ്. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേണു രാധാഗൃഹേണു ഭവനേ കിമു മൈത്രവിന്ദേഹ ദൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈ രാശങ്കിതോ നിശിമരുത്പുരനാദപായ. അക്രൂരനൊപ്പമാണ് അവിടുന്ന് രാത്രി കഴിച്ചു കൂട്ടുന്നതെന്നറിയാതെ ആ വഞ്ചകനായ കൃഷ്ണൻ ഈ രാത്രിയിൽ ചന്ദ്രയുടെ ഗൃഹത്തിലാണോ, ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ, രാധയുടെ ഗൃഹത്തിലാണോ, അതോ മിത്രവൃന്ദയുടെ ഗൃഹത്തിലാണോ താമസിക്കുന്നത് എന്നിങ്ങനെ ഗോപികമാരാൽ അത്യധികമായി സംശയിക്കപ്പെട്ട അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണം. അപ്പൊ ഏത് ഗോപികമാരുടെ ഗൃഹത്തിലാണ് ഭഗവാൻ ഉള്ളതെന്ന് സംശയിക്കപ്പെടുകയാണ് രാധാറാണിയും സഖിമാരും. ദശകം 73 ഭഗവാന്റെ മധുരാപുരി യാത്ര. അപ്പോൾ ഭഗവാന് മധുരാപുരിയിലേക്ക് പോകണം. തൻ്റെ ലക്ഷ്യമായിട്ടുള്ള കംസവധത്തിന് വേണ്ടിയിട്ട് ഭഗവാന് വൃന്ദാവനം വിട്ട് തീർച്ചയായിട്ടും ഭഗവാന് മധുരാപുരിയിലേക്ക് പോയേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഭഗവാൻ മധുരാപുരിയിലേക്ക് പോണം. മധുരാപുരി യാത്രയാണ് ഇനി വർണ്ണിക്കാനുള്ളത്. അപ്പോൾ വൃന്ദാവനം വിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത്രയും എന്താ പറയുക, സങ്കടമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഗോപികമാർക്ക്, രാധാറാണിക്ക് അത്രയും സങ്കടമാണ് അല്ലേ ഭഗവാൻ മധുരയ്ക്ക് പോകുന്നത്. പക്ഷേ ഭഗവാന് മധുരയ്ക്ക് പോയേ കഴിയുകയുള്ളൂ. കാരണം ദുഷ്ടനായ കംസനെ വധിച്ചല്ലേ കഴിയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ ആ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ ദശകം 73 ഭഗവാന്റെ മധുരാപുരി യാത്രയാണ്. നിശമയ്യതവാദയാനവർത്താം വൃഷമർത്താഃ പശുപാലബാലികാസ്താഃ കിമിദം കഥം നിധീമഃ സമവേദാഃ പരിദേവിതാനുകുർവൻ. പിന്നീട് അവിടുത്തെ യാത്രാവൃത്താന്തം അറിഞ്ഞപ്പോൾ അത്യന്തം ദുഃഖാർത്തരായ ഗോപികമാർ ഒരിടത്ത് കൂടിച്ചേർന്നിട്ട് ഇതെന്താണിങ്ങനെ എന്നിപ്രകാരം പറഞ്ഞ് വിലപിച്ചു. അപ്പൊ ഭഗവാൻ പോകുന്ന വാർത്ത ആ ഗോപസ്ത്രീകൾ അറിയുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഇതെന്താണിത് ഭഗവാനെ എന്നിങ്ങനെ ഭഗവാനോട് ചോദിക്കുകയാണ്. കരുണാനിധിരേഷ നന്ദസൂനുഹ കഥമസ്താൻ വിസൃജേനന്യനാദഃ ബദനഃ കിമു ദൈവമേവമാസി ദിതി താസ്വതസ്ഗത മനസാ വിലേപുഃ. നന്ദഗോപരുടെ പുത്രനായ കൃഷ്ണൻ കരുണയുടെ മൂർത്തിഭാവമാണ്. മറ്റാരും ആശ്രയമില്ലാത്ത നമ്മളെ എങ്ങനെ കൃഷ്ണൻ ഉപേക്ഷിക്കും? കഷ്ടം, നമ്മുടെ വിധി ഇങ്ങനെ ആയിപ്പോയത് എന്താണ് എന്നിങ്ങനെ അവിടത്തെ തന്നെ ചിന്തയുള്ളവരായി അവർ വിലപിച്ചു. അപ്പോൾ നന്ദഗോപരുടെ പുത്രനായ കൃഷ്ണൻ കരുണയുടെ മൂർത്തിഭാവമാണ് അല്ലേ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും കാരുണ്യവാനാണ്. അങ്ങനെ കാരുണ്യവാനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ വിട്ട് പോവുക എന്നിങ്ങനെ ആ രാധാറാണിയും ഗോപന്മാരും ഒക്കെ പറയുകയാണ്. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ
സഹ പിത്രാ നിജ മൃത്തമണ്ഡലൈച പരിതാപവരം നിദംബിനീനാം ശമയിഷ്യൻ വിമുജ സകായമേകം. രാത്രിയുടെ അവസാനമായപ്പോൾ പിതാവിനും കൂട്ടുകാർക്കും ഒപ്പം മധുരയിലേക്ക് തിരിച്ച അവിടുന്ന് ഗോപസുന്ദരിമാരുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നതിനായി ഒരു കൂട്ടുകാരനെ സന്ദേശവുമായി അവരുടെ അടുത്തേക്ക് അയച്ചു. അപ്പം ഈ ഗോപസ്ത്രീകളുടെയൊക്കെ ദുഃഖത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു കൂട്ടുകാരനെ അവരുടെ ഗോപികമാരുടെ സമീപത്തേക്ക് അയക്കുകയാണ്. ഹചിരാതുമപായാമി സന്നിധിം വോ ഭവിതാ സാധു മയ്യൈവ സംഗമശ്രീഹ അമൃതാംബുദിനൗ നിമയജ്ജിയേഷ്യ ദ്രുതമിത്വാശ്വസിതാ വധൂരകാർഷീഹ. താമസിയാതെ തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കലെത്തും. ഞാനുമായുള്ള സംഗമഭാഗ്യം നന്നായി ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളെ ഞാൻ എത്രയും വേഗം അമൃതസാഗരത്തിൽ ആറാടിക്കും എന്നിങ്ങനെ ഗോപസുന്ദരിമാരെ സന്ദേശത്താൽ ആശ്വസിപ്പിച്ചു. ഞാൻ ഉടനെ തന്നെ മടങ്ങി എത്തുമെന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ ഭഗവാൻ മടങ്ങി എത്തോ? ഇല്ല. ഭഗവാൻ പിന്നീട് വൃന്ദാവനത്തിലേക്ക് വരുന്നില്ല. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് വരുന്നത്. സവിഷാദപരം സയാച്ച മുഞ്ചൈ രതിദൂരം വനിതാഭിരീഷ്യമാണഃ മൃത്യുതദ്ദിശി പാദയന്ന പാങ്കാൻ സബലോപക്രൂരരതനേന നിർഗതോപഭൂഹ. വിഷാദഭാരത്തോടെ യാചന നിറഞ്ഞ നോട്ടങ്ങളോടെ അവിടുന്ന് ദൂരെ മറയുന്നത് വരെ ആ ഗോപസ്ത്രീകൾ നോക്കി നിന്നു. അവർ നിൽക്കുന്ന ഇടത്തേക്ക് കരുണാർദ്രമായ നോട്ടങ്ങളെ അയച്ചുകൊണ്ട് ബലരാമനോടൊപ്പം അവിടുന്ന് അക്രൂരന്റെ രഥത്തിൽ മധുരയിലേക്ക് യാത്രയായി. അപ്പൊ ആ ഗോപികാ വിലാപം, ആ രാധാറാണിയുടെയും ഗോപികമാരുടെയും ഗോപന്മാരുടെയൊക്കെ ആ ഗോപികാ വിലാപം, ആ ഗോപവിലാപം, അതൊക്കെ നമുക്ക് ആ വായിക്കുമ്പോൾ, ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ പുസ്തകം വായിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ നാരായണീയത്തിലും ഉണ്ട്. അപ്പം അത്രയ്ക്കും എന്താ പറയാ, ഭഗവാനോട് അത്രയ്ക്കും ഒരു, ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമാണ്. അപ്പൊ ആ ഭഗവാൻ മധുരയിലേക്ക് പോകുമ്പോൾ വൃന്ദാവനവാസികൾക്ക് അത്രയും ഭഗവാന്റെ കർമ്മം അതാണല്ലോ, കംസനെ വധിക്കാന്നുള്ളൂ. അപ്പൊ ഭഗവാന് പോയേ തീരും. അതുകൊണ്ടാണ് ഭഗവാൻ അത്രയും, ഭഗവാന്റെ ഹൃദയത്തെ തന്നെ പറിച്ചിട്ട് ആണ് ഭഗവാൻ അത്രയും ഇത് അവിടെ ഭഗവാന്റെ ഹൃദയം അപ്പോഴും വൃന്ദാവനത്തിലാണ്. മധുരയിൽ പോണെങ്കിലും ഭഗവാന്റെ ഹൃദയം അവിടെയാണ്. അവിടുത്തെ ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും സ്നേഹത്തിലാണ്. സ്നേഹമാണ് അത്, അത്രയും വലിയ സ്നേഹമാണ്. അത്രയും എന്താ പറയാ, ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു കരുണയാണ്, ആ ഒരു സ്നേഹമാണ്. അതാണ് ഇപ്പൊ ഇല്ലാത്തത്. അത് അന്ന് അപ്പോ ആ ഗോപികമാർക്കുണ്ട്. ആ ഗോപികമാരുടെ, രാധാറാണിയുടെയും ഗോപിഗോപന്മാരുടെയും യശോദാമ്മയുടെയും നന്ദഗോപരുടെയും ബലരാം സ്വാമിയുടെയും ഒക്കെ ആ സ്നേഹം, അതാണ് ഭഗവാൻ അത്രയും എന്താ പറയാ, അത്രയും ഒരു വിഷാദം ഭഗവാനിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭഗവാൻ പോവുകയാണ്. അങ്ങനെ ഭഗവാൻ മധുരയിലേക്ക് പോവുകയാണ് കംസവധത്തിന് വേണ്ടിയിട്ട്. അനസാ ബഹുലേന വല്ലവാനാം മനസാ ചാനുഗതോ വദ വല്ലവാനാം വനമാർത്ത മൃഗം വൃഷണ്ണ വൃഷം സമതീതോ യമുനാ തടേ മയാ സിഹാം. പിന്നീട് ഗോപന്മാരുടെ അനേകം വണ്ടികളാലും ഗോപസ്ത്രീകളുടെ മനസ്സുകളാലും അനുഗമിക്കപ്പെട്ട നിലയിൽ അവിടത്തെ പിരിയുന്നതിൽ ദുഃഖിതരായ മൃഗങ്ങളും ദുഃഖിതരായ വൃക്ഷങ്ങളുമുള്ള ആ കാനനവും കടന്ന് യമുനാതീരത്തിൽ. അങ്ങനെ ഭഗവാൻ ആ വൃന്ദാവനം കടക്കുകയാണല്ലേ. അത്രയും മനോഹരമായ സുന്ദരമാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ ആ വൃന്ദാവനം കടന്നിട്ട് അവിടെ നിന്നും ഭഗവാൻ യമുനാതീരത്തേക്ക് പോവുകയാണ്, യമുനാതീരത്തെത്തുകയാണ്. നിയമായ നിമജ്ജവാരിണി ത്വാമവിവീഷാദരദേവഭികാന്തിനേയഃ വിവശോ ഭജനീ കിം നിത്വം വിംഫോസ്തേ നനു ചിത്രം തവലോകനം സമന്താത്. ആ അക്രൂരൻ സന്ധ്യാവന്ദനത്തിനായി യമുനയിൽ മുങ്ങിയപ്പോഴും പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി തിരികെ രഥത്തിലും അവിടത്തെ ഒരേ സമയം കണ്ടിട്ട് ആശ്ചര്യത്താൽ വിവശനായി. അല്ലയോ സർവശക്തനായ ഭഗവാനെ, അവിടത്തെ എവിടെയും ഒരേ സമയം കാണാനാവുന്നത് ആശ്ചര്യമുള്ള കാര്യമാണോ?
അങ്ങനെ അക്രൂരൻ ഭഗവാനെയും കൊണ്ടുപോവുകയാണ്. അങ്ങനെ അക്രൂരൻ സന്ധ്യാവന്ദനത്തിനായി യമുനയിൽ മുങ്ങിയപ്പോഴും പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോഴും തിരികെ രഥത്തിലും അവിടുത്തെ ഒരേ സമയം കണ്ടു. അപ്പം വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ അവിടെയും ഭഗവാനെ കാണുകയാണ്. അതുപോലെ രഥത്തിനടുത്ത് നിന്നപ്പോൾ അവിടെയും ഭഗവാനെ കാണുകയാണ്. അങ്ങനെ ഭഗവാൻ സർവ്വവ്യാപിയാണല്ലോ. അങ്ങനെ ആ സർവ്വവ്യാപിയായ ഭഗവാനെ അക്രൂരൻ എല്ലായിടത്തും കാണുകയാണ്. പുനരേഷ നിമജ്ജ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗഃ ഹരികംബുഗദാംബുജൈഃ സ്ഫുരന്തം സുരസിദ്ധൗകപരീതമാലുലോകേ. അല്ലയോ ഭഗവാനെ, പുണ്യവാനായ ആ അക്രൂരൻ വീണ്ടും യമുനാജലത്തിൽ മുങ്ങിയപ്പോൾ അനന്തനാകുന്ന ശൈലിയിൽ ശംഖ്, ചക്രം, ഗദ, പങ്കജം എന്നിവയാൽ ശോഭിതനായും ദേവന്മാരാലും സിദ്ധന്മാരാലും ചുറ്റപ്പെട്ടവനുമായി പരമപുരുഷനായ അവിടത്തെ കണ്ടു. അപ്പോ ഭഗവാനെ കാണുകയാണ്. അക്രൂരൻ ആ യമുനാജലത്തിൽ നിന്നും പൊങ്ങിയപ്പോ ഭഗവാനെ ആ വിഷ്ണു രൂപത്തില് ആ വിഷ്ണു രൂപത്തില് ഭഗവാനെ ദർശിക്കുകയാണ്. സതദാ പരമാത്മ സൗഖ്യ സിന്ധൗ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈഃ അവിലോക്യ പുനശ്ച ഹർഷസിദ്ധോ രനുവൃത്യാ പുളകാവൃതോ യയൗ ത്വാം. അല്ലയോ ഭഗവാനെ, ഭഗവത് ഭക്തനായ ആ അക്രൂരൻ അവിടത്തെ ദിവ്യരൂപം കണ്ട് ബ്രഹ്മാനന്ദ സാഗരത്തിൽ ആറാടിക്കൊണ്ട് അവിടത്തെ പല പ്രകാരം സ്തുതിക്കുന്നവനായി. അവിടത്തെ രൂപം മറഞ്ഞപ്പോഴും ആനന്ദ സാഗരത്തിൽ ആറാടിയതിന്റെ തുടർച്ച പോലെ രോമാഞ്ച കഞ്ചുകിതനായി അവിടത്തെ സമീപിച്ചു. അപ്പോൾ ഭഗവാന്റെ ആ ശംഖചക്ര ഗദാപത്മധാരിയായ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് അക്രൂരൻ അത്രയും സന്തോഷിക്കുകയാണ്. അക്രൂരൻ തൻ്റെ ആ സന്തോഷത്തെ അടക്കാൻ കഴിയുന്നില്ല. അത്രയും സന്തോഷിക്കുകയാണ് അക്രൂരൻ. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് സമീപിക്കുകയാണ്. കിമുശീതളിമാ മഹാഞ്ജലേയത് പുളഗോഭസാവിതി ചോദിതേന തേനഃ അതിഹർഷ നിരുത്തരേണ സാർദ്ധം രഥവാസി പവനേശ പാഹി മാം ത്വാം. എന്താണ് മേലാകെ കോരിത്തരിച്ചതുപോലെ കാണുന്നുവല്ലോ, വെള്ളത്തിന് തണുപ്പ് കൂടുതലാണോ എന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടുന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയാനാകാതെ വിവശനായിപ്പോയ അക്രൂരനോട് കൂടി രഥത്തിൽ വസിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പോ ഭഗവാൻ അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ അക്രൂരൻ ഇങ്ങനെ ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാൻ അപ്പോ എന്ത് ചെയ്യണം? ഭഗവാൻ ഇങ്ങനെ രഥത്തില് അക്രൂരന്റെ കൂടെ പോവുകയാണ് മധുരാപുരിയിലേക്ക്. ദശകം 74 ഭഗവാന്റെ മധുരാപുരി പ്രവേശനം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധ വിഗമേ തത്രാന്തരസ്മിൻ വസന്നാരാമേ വിഹിതാശനഃ സഖിജനൈര്യാതഃ പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോക കൗതൂഹല സ്ത്രീപുംസോദ്യതഗണ്യ പുണ്യനികളൈരാ കൃഷ്ണമാണോനുകിം. പകലിന്റെ പകുതി കഴിഞ്ഞ സമയം അവിടുന്ന് മധുരയിൽ എത്തിച്ചേർന്നു. പട്ടണത്തിന് പുറത്തെ ഉദ്യാനത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങയെക്കുറിച്ചുള്ള പുണ്യകഥകൾ കേട്ടുകൊണ്ട് വളരെ കാലമായി കാണാൻ കാത്തിരുന്ന മധുരാവാസികളായ സ്ത്രീ പുരുഷന്മാരുടെ പുണ്യമാകുന്ന ചങ്ങലയാൽ വലിക്കപ്പെടുകയാണെന്ന് തോന്നുമാറ് അവിടുന്ന് രാജവീതിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ ആ രാജവീതിയിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ. അപ്പൊ മധുരാവാസികളെല്ലാം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും ഉത്സാഹഭരിതരായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മധുരാവാസികളുടെ അടുത്തേക്ക് ഭഗവാൻ ആ മധുരാപുരിയിലേക്ക് പ്രവേശിക്കുകയാണ്. തത്പാദദ്യുതിവത്സരാഗസുഭഗാസ്ത്വമൂർത്തിവത് യോഷിതഃ സംപ്രാപ്താ വിലസത്പയോദരുജേ ലോലാഭവദൃഷ്ടിവദ്ധ ഹാരിണ്യസ്തുതരു ദുരാസ്ഥലീവദയീ തേ മന്ദസ്മിത പ്രൗഢിവന്നീർമല്ലോലസിതാഃ കജൗ കരുച്ചീ വദ്രാജത് കലാപാശ്രിതാഃ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാദശോഭ പോലെ രാഗസുഭകയുള്ളവരും അവിടുത്തെ ശരീരം പോലെ പ്രകാശിക്കുന്ന പയോദരങ്ങളുള്ളവരും അവിടുത്തെ കണ്ണുകൾ പോലെ ലോലങ്ങളും അവിടുത്തെ മാറിടം പോലെ ഹാരിണികളും അവിടുത്തെ മന്ദസ്മിതം പോലെ തന്നെ നിർമ്മലരും അവിടുത്തെ സമൃദ്ധമായ മുടിക്കെട്ടിന്റെ മനോഹാരിതയിൽ വിളങ്ങുന്ന പീലി പോലെ ശോഭിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞവരുമായ പുരവാസികളായ സ്ത്രീകൾ അവിടുത്തെ കാണാനെത്തി.
അപ്പൊ ഭഗവാനെ പോലെ തന്നെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഭഗവാന്റെ ആ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണല്ലേ. അപ്പൊ ഭഗവാന്റെ പോലത്തെ തന്നെ അതേപോലത്തെ തന്നെ സൗന്ദര്യമുള്ള ആരാണ് ആ പുരവാസികളായ സ്ത്രീകള് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. താസാമാകലയന്ന പാങ്കമലൈനൈർമോദം പ്രകാശൽഫുത വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജകീയ വസനം യാഹിതി തനോദിത തസ്യസ്ത്യാകരേണ ശീർഷ മഹൃദാഹ സോഭപ്യാപുണ്യാം ഗതി. തന്നെ കാണാൻ മോഹിതരായി എത്തിയ ആ സ്ത്രീജനങ്ങൾക്ക് അവിടുന്ന് കടക്കണിന്റെ ചലനങ്ങളാൽ ആനന്ദം നൽകുന്നവനായി. അവിടത്തെ കണ്ട് ജനങ്ങൾ ആഹ്ലാദ പ്രഹർഷത്താൽ മതിമറന്നു. അവിടെ എത്തിയ അലക്കുകാരനോട് തങ്ങൾക്ക് വസ്ത്രം തരാൻ അവിടുന്ന് അഭ്യർത്ഥിച്ചു. നിനക്ക് രാജാവിന്റെ വസ്ത്രം ആര് തരും എന്നിങ്ങനെ നിന്ദയോടെ പറഞ്ഞ അവന്റെ ശിരസ് കൈകൊണ്ട് അവിടുന്ന് അറുത്തു കളഞ്ഞു. അവന് മോക്ഷം ലഭിച്ചു. അപ്പം ഭഗവാൻ എന്ത് ചെയ്യണ ആ ഗോപസ്ത്രീകൾ പുരവാസികളായ സ്ത്രീകളെ കാണുമ്പോൾ എപ്പോഴും ഭഗവാൻ ആ ഗോപസ്ത്രീകളുടെ ഇതാണല്ലോ മനസ്സിൽ. അപ്പം ഭഗവാൻ എന്ത് ചെയ്യണം, ഭഗവാൻ പുരവാസികളായ സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് ഭഗവാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നോക്കുകയാണ്. അവരെ നോക്കിയിട്ട് അവർക്ക് ആ സന്തോഷം കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അവിടെ ഒരു അലക്കുകാരൻ വരുമ്പോൾ ആ അലക്കുകാരനോട് രാജകീയമായിട്ടുള്ള വസ്ത്രം, ഭഗവാൻ ധരിക്കാനുള്ള രാജകീയമായിട്ടുള്ള വസ്ത്രം വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ അലക്കുകാരൻ കൊടുക്കുന്നില്ല. നിന്ദയോടെ ഭഗവാനെ നിന്ദിക്കുകയാണ് ആ അലക്കുകാരൻ. അപ്പോൾ ഭഗവാൻ ഉടൻ തന്നെ ആ അലക്കുകാരന്റെ കൈവെട്ടി കളയാൻ അങ്ങനെ ആ അലക്കുകാരന് മോക്ഷം കൊടുക്കുകയും ചെയ്യുകയാണ് ഭഗവാൻ. ഭൂയോ വായകമേകമായ മതിം ദോഷേണ വേഷോചിതം ദാം ശംസം സപദം നിനേത സുഹൃതം കോ വേദ ജീവാൻമാനം ഹ മാലാവിഹാസ്തവംഗ സ്തമൈരപി പുനർ മാലാകൃതാമാനിതോ ഭക്തിം തേന വൃതാം ദിദേശിതപരാം ലക്ഷ്മീം ജലക്ഷ്മീപദേ. പിന്നീട് വിശാല ഹൃദയനായ ഒരു നെയ്ത്തുകാരൻ അവിടത്തേക്ക് യോജിച്ച വസ്ത്രങ്ങൾ നൽകി. അവിടുന്ന് അവനും മോക്ഷം നൽകി. ജീവാത്മാക്കൾക്ക് പുണ്യം എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്ന് ആരറിഞ്ഞു? പിന്നെ ഒരു മാലകെട്ടുകാരൻ അവിടത്തെ മാലകളും പൂക്കളും അണിയിച്ചു സ്തുതിച്ചു. സന്തുഷ്ടനായ അവിടുന്ന് അവൻ ആവശ്യപ്പെട്ട പ്രകാരം ഉറച്ച ഭക്തിയെയും ഐശ്വര്യങ്ങളെയും നൽകി സന്തോഷിച്ചു. അങ്ങനെ ഒരു മാലകെട്ടുകാരന് മാല കൊടുക്കുമ്പോൾ ആ മാലകെട്ടുകാരന് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? അതിൽ സന്തുഷ്ടനായിട്ട് അവിടുന്ന് എന്താ പറയുക, ഐശ്വര്യങ്ങളെയും ഭക്തിയെയും ഒക്കെ കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം ഭഗവാന് വസ്ത്രങ്ങൾ കൊടുത്ത അയാൾക്കും മോക്ഷം കൊടുക്കുകയാണ്. ആ നെയ്ത്തുകാരന് മോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. കുബ്ജാമബ്ജ വിലോചനാം പതി പുനർദൃഷ്ടാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗമദസ്ത്യാ മഹാന്തം ഹൃദിഹ ചിത്തമസ്താമൃജ്യുതാമദ പ്രദയിതും ഗാത്രേ പപിത്തസ്യാഹ സ്ഫുടം ഗൃഹണൻ മഞ്ജകരേണ താമുദയസ്ത്വാവജ്ഞഗം സസുന്ദരീം. പിന്നീട് വഴിയിൽ താമര ഇതൾ പോലെ കണ്ണുകൾ ഉള്ളവളും സുന്ദരിയുമായ ഒരുവളെ, കുബ്ജ എന്നു പേരുള്ളവളെ കണ്ടു. അവളാകട്ടെ അവിടത്തേക്ക് കുറിക്കൂട്ട് സമർപ്പിച്ചു. അത് സ്വീകരിച്ച അവിടുന്ന് അവളെ തൻ്റെ മേൽ ദൃഢമായ ഭക്തിയുള്ളവളാക്കി. അവളുടെ വളയാത്ത മനസ്സിന്റെ സ്ഥിതി ശരീരത്തിനും ഉണ്ടാകുന്നതിനാൽ തൃക്കരങ്ങളാൽ അവളെ പിടിച്ചുയർത്തി ശരീരത്തിന്റെ വളവ് മാറ്റുകയും ലോകസുന്ദരിയാക്കി തീർക്കുകയും ചെയ്തു. അപ്പൊ കുബ്ജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഭഗവാന് കുറിക്കൂട്ടുകളൊക്കെ കൊടുക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ അണിയുന്ന ഇങ്ങനെ തൊടുന്ന ആ കുറിക്കൂട്ടുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആ കുറിക്കൂട്ടുകളൊക്കെ ആ കുബ്ജ കൊടുക്കുകയാണ്. അപ്പൊ ആ കുബ്ജ കുറിക്കൂട്ടുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് ചെയ്യാണ്? അത് വാങ്ങി സ്വീകരിച്ചിട്ട് കുബ്ജേനയ്ക്ക് മോക്ഷം കുബ്ജയുടെ ആ കൂനുള്ള കുബ്ജയാണ്. ആ കൂന് മാറ്റി കൊടുത്തിട്ട് ഭഗവാൻ അതിസുന്ദരിയാക്കി മാറ്റുകയാണ് കുബ്ജേനെ. അത്രയും എന്താ പറയാ, ഭഗവാന്റെ അത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീയാക്കി, ലോകസുന്ദരിയാക്കി ആ കുബ്ജേനെ മാറ്റുകയാണ്. താവന്നിശ്ചിത വൈഭവാസ്തമവിഭോ നാദന്ത പാപാജന യത്കിഞ്ചിദേ സ്മ ശക്ത്യാനുഗുണം താംബൂലമാല്യാദികം ഹാ ഗൃഹണാ കുസുമാദി കിഞ്ചന തദാ മാർഗേ നിബഞ്ജാജലിർ
നാദിഷ്ടം ബദഃ യത്യോ വദ്യ വിമുലാമാർത്തിം വ്രജാമി പ്രഭോ. അല്ലയോ സർവവ്യാപിയായ ഭഗവാനേ, അപ്പോൾ അവിടത്തെ പ്രഭാവത്തെ കുറിച്ചറിയുന്നവരും അധികം പാപികളല്ലാത്തവരുമായ ജനങ്ങൾ അവരാൽ കഴിയുന്നത് പോലെ താമ്പൂലവും പൂമാലകളും കാണിക്കയർപ്പിക്കുകയും അല്ലയോ പ്രഭോ, ആ വഴിയിൽ പൂക്കളോ ഹാരങ്ങളോ തുടങ്ങിയ കാഴ്ച വസ്തുക്കളുമായി കൈകൂപ്പി നിൽക്കാൻ കഴിയാതിരുന്ന അടിയൻ ഹാ കഷ്ടം, ഇപ്പോൾ വലിയ ദുഃഖത്തെ അനുഭവിക്കുന്നു. അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് കുറിക്കൂട്ടുകളും അങ്ങനെ എല്ലാം കൊടുക്കുകയാണ്. ഇവിടെ ഉണ്ട് കുറിക്കൂട്ട്. അങ്ങനെ ഭഗവാന് അങ്ങനെ എന്ത് ചെയ്യണ, അവിടെ അറിയാവുന്ന കുറേ പേര് വന്നിട്ട് ഭഗവാൻ ആ കുറിക്കൂട്ടുകളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ആ കുറിക്കൂട്ടുകളെല്ലാം ധരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ അത്രയും എന്താ പറയാ, ആ രാജകീയ വേഷത്തിലുള്ള ആ ഭഗവാനെ നമുക്ക് ഒരു നിമിഷം ഒന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യേശാമി ദേവീം വിമുക്തയാഭി ഭഗവന്നാലേ പാദ്രാത്യതയാ ദൂരാത് കാതരയാ നിരീക്ഷിത ഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതദ്വാദക മഹാഹർഷോല്ലദേവകേ വജ്രോ മക്ഷോജ പ്രഗളത് പയോര സമിഷാത്വത് കീർത്തിരന്തർഗതാം. ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് അയച്ചുവെങ്കിലും അവിടത്തെ പിരിയുന്നതിൽ വിരഹാർദ്രരായ ആ കുറിക്കൂട്ട് നൽകിയ കുബ്ജ നോക്കി നിൽക്കെ അവിടുന്ന് ഗോപുരം കടന്നു. അവിടുത്തെ ആഗമനത്തിലുണ്ടായ സന്തോഷതിരേകത്താൽ അങ്ങയെ കാണാതെ തന്നെ മാതാവായ ദേവകിയിൽ ചുരത്തപ്പെട്ട മുലപ്പാലിനെ പോലെ അവിടുന്ന് ഗോപുരം കടക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കീർത്തിയും ഗോപുരം കടന്നു. അങ്ങനെ ഭഗവാൻ ആ കുബ്ജ നോക്കി നിൽക്കവേ പെട്ടെന്ന് തന്നെ ഭഗവാൻ ആ ഗോപുരത്തെ കടക്കുകയാണ്. എവിടേക്കാണ്? കംസനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പോവുകയാണ്. അപ്പോൾ ഭഗവാനെ അവിടെ കീർത്തിക്കുകയാണ്. ആ വിഷ്ണു നഗരിം മഹോത്സവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണനു തേജസാനു പുരുഷൈർദൂരേണ ദത്താന്തരഃ സഗ്രഫിർഭൂഷിതമർച്ചിതം വരദനുർമാമേതി വാദാത് പുരഃ പ്രാഗൃഹ്ണാഃ സമരോഭയഃ കില സമാകൃഷീര ഭാംക്ഷീരപി. ധനുർയാഗത്തിനാൽ മഹോത്സവം നടക്കുന്ന മധുരാപുരിയിൽ കടന്ന ശേഷം അവിടുന്ന് യാഗത്തിനായി വില്ല് സൂക്ഷിക്കുന്ന പുരിയിലെത്തി. അവിടത്തെ സൗന്ദര്യം കൊണ്ടോ തേജസ് കൊണ്ടോ രാജകിങ്കരന്മാർ അവിടത്തേക്ക് വഴി തന്നു. അരുത് അരുത് എന്ന് അവർ തടയുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് മാലകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും യജ്ഞത്തിൽ പൂജിക്കപ്പെട്ടതുമായ ആ ശ്രേഷ്ഠ ധനുസ്സുമെടുത്ത് ഞാൻ തൊടുത്ത് വലിച്ചൊടിച്ചു കളഞ്ഞു. എന്നിട്ട് ഭഗവാൻ അവിടെ ആ ഗോപുരത്തിനകത്തേക്ക് കടക്കുമ്പോഴത്തേക്ക് കുറേ പേര് വന്നിട്ട്, കുറേ കിങ്കരന്മാരുണ്ടല്ലോ അവിടത്തെ, അവർ വന്നിട്ട് അരുത് അരുത്, ഇതിനകത്ത് കടക്കാൻ കഴിയില്ലെന്ന് പറയുകയാണ്. ഭഗവാന്റെ ആ തേജസ്സാണ്, ഭഗവാൻ അത്രയും തേജസ്സായിട്ടുള്ള ആ ഒരു രൂപമാണ് ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ഭഗവാനെ തടയുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണം? അവരുടെ വില്ലെല്ലാം ഓടിച്ച് തകർത്ത് കളഞ്ഞിട്ട് ഭഗവാൻ അവിടേക്ക് കടക്കുകയാണ്. ശ്വാഹാകംസപ്ഷബണോൽവസ്യ പുരതഃ പ്രാരംഭുദുരുവ്യോധ ചാപം ദംസ മഹാധ്വനിസ്തവ വിഭോ ദേവനരോമയഞ്ജത് കംസാസ്യ ബീജ മേ ബധുസ്തുതിദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യഹരദർശി പുരുഷര വൈരുത്കുലീദോ ബഭൂത്വയാ. അല്ലയോ വിഭോ, അവിടുന്ന് വില്ലു മുറിച്ചപ്പോഴുണ്ടായ വലിയ ശബ്ദം കേട്ട് നാളത്തെ വധോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഭേരീനാദം എന്ന പോലെ ഇത് ദേവന്മാരെ ആഹ്ലാദ ചിത്തരാക്കി. എന്നാൽ ഇപ്രകാരം വില്ലു മുറിച്ചപ്പോഴുണ്ടായ വലിയ ശബ്ദം കേട്ടപ്പോൾ കംസനുണ്ടായ വിറയാലാകട്ടെ ഒടിഞ്ഞ വില്ലിന്റെ കഷ്ണങ്ങൾ കൊണ്ടുള്ള അവിടത്തെ അടിയേറ്റ കിങ്കരന്മാരുടെ നിലവിളി കൂടി കേട്ടതോടെ വർദ്ധിച്ചു. അപ്പം എന്ത് ചെയ്യാണ്? ഭഗവാൻ ആ ദുഷ്ടന്മാരായ ആ കിങ്കരന്മാരെ എല്ലാം കൊല്ലുകയാണ്. അപ്പൊ ആ കിങ്കരന്മാരെ കൊല്ലുന്ന ആ നിലവിളി കേട്ടതോടെ കംസൻ ഭയക്കുകയാണ്. ശിഷ്ടൈർദുഷ്ടജനൈച ദൃഷ്ടമഹിമാ പ്രീത്യാച ഭീത്യാ തതഃ സംപശ്യൻ പുരസമ്പദം പ്രവിചരൻ സായം ഗതോ വാടികാംഹ ശ്രീദാംനാ സഹ രാധികാ വിരഹജനം ഖേദം വദൻ പ്രസ്വവ
ആനന്ദന്ന അവതാര കാര്യഘടനാദ്വാദേശ സംരക്ഷമാം. പിന്നെ സജ്ജനങ്ങൾ പ്രീതിയോടും ദുർജനങ്ങൾ ഭയത്തോടും കൂടിയും കണ്ടറിഞ്ഞ മഹാത്മ്യത്തോടെ അവിടുന്ന് മധുരാപുരിയുടെ സമ്പന്നതയെ കണ്ടുകൊണ്ട് സഞ്ചരിച്ച് വൈകിട്ട് തിരികെ ഉദ്യാനത്തിലെത്തി രാധയെ പിരിഞ്ഞിരിക്കുന്നതിലുള്ള സങ്കടം ശ്രീദാമാവിനോട് പറഞ്ഞുകൊണ്ടുറങ്ങുമ്പോഴും തൻ്റെ അവതാരോദ്ദേശ്യം നിർവഹിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അങ്ങനെ ഭഗവാൻ അവിടുന്ന് കടന്നിട്ട് ശ്രീദാമാവിനോട് പോയി പറയുകയാണ്, തൻ്റെ സഖിമാരെയും തൻ്റെ വൃന്ദാവനവാസികളെയും എല്ലാം പിരിഞ്ഞല്ലോ എന്നോർത്തിട്ട് ആ സങ്കടം, തൻ്റെ രാധാറാണിയെ പിരിഞ്ഞല്ലോ എന്നുള്ള സങ്കടം ശ്രീദാമനോട് പറയുകയാണ്. എങ്കിലും ആ ദുഷ്ടനായ കംസനെ, അതായത് തൻ്റെ അച്ഛനെയും അമ്മയെയും വളരെ കാലമായിട്ട് തടവറയിൽ പാർപ്പിച്ചേക്കുന്ന അവിടുത്തെ മധുരാപുരി വാസികളെ എല്ലാം അടക്കി ഭരിക്കുന്ന, പാവങ്ങളെ ദ്രോഹിക്കുന്ന ആ കംസനെ വധിക്കാൻ തനിക്ക് കഴിഞ്ഞുവല്ലോ എന്ന് ഓർത്തിട്ട് ഭഗവാൻ അവിടെ സമാധാനപ്പെടുകയാണ്. ദേവകി അമ്മയും വസുദേവരെയും അത്രയും അതറിയാലോ കഥ, ആദ്യമേ അതാണ്. ദേവകി അമ്മയുടെ എത്ര പുത്രന്മാരെയാണ്? 7 പുത്രന്മാരെയാണ്, 6 പുത്രന്മാരെയാണ് വധിക്കുന്നത്. 7ാമത്തത് ദേവിയായിരുന്നു. പിന്നീടാണ് ഭഗവാൻ ജനിക്കുന്നത്, കംസനെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും ദുഷ്ടനായിട്ടുള്ള കംസനെ വധിക്കാൻ പോവുകയാണ് ഭഗവാൻ. അങ്ങനെ ദശകം 75 കംസവധം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കംസവധം. പ്രാതഃ സന്ദ്രസ്തഫോജശിദീപതി വചസാ പ്രാപ്തുദേ മല്ലതൂരേ സംഗേ രാജ്ഞാം ച മഞ്ജാന വിയയുഷി ഗദേ നന്ദഗോപേ ഭവിഹർമ്യം ഹ കംസേ സതാതിരൂഢേ തമപി സഹ ബലഃ സാനുഗച്ചാരുവേഷോ രംഗദ്വാരം ഗദോ ബഭൂഹ കുപിത കുബലയാ പീഡനാഗവലീഢം. പ്രഭാതമായപ്പോൾ ഭയന്നു വിറയ്ക്കുന്ന കംസന്റെ നിർദ്ദേശമനുസരിച്ച് മല്ലയുദ്ധത്തിനായുള്ള പെരുമ്പറ മുഴങ്ങി. മല്ലയുദ്ധം കാണാനായി കംസൻ മാളികയിലും രാജാക്കന്മാർ മഞ്ചങ്ങളിലും ഇരിപ്പുറപ്പിച്ചു. നന്ദഗോപനും മാളികയിൽ ഉപവിഷ്ടനായി. അപ്പോൾ അവിടുന്ന് മനോഹരമായ വേഷഭൂഷാദികളോടെ ബലരാമനോടും അനുചരന്മാരോടും കൂടി കോപിച്ചു നിൽക്കുന്ന കുവലയാപീഠം എന്ന ആന വഴിതടഞ്ഞു നിൽക്കുന്ന ഗോപുരദ്വാരത്തിലെത്തി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം? കംസന്റെ ആ ഗോപുരദ്വാരത്തിലെത്തുകയാണ്. അപ്പൊ അവിടെ കുവലയാപീഠം എന്ന് പറഞ്ഞ് ഒരു മതമിളകി നിൽക്കുന്ന ഒരു ആന നിൽക്കുകയാണ്. അപ്പൊ ആ ആനയുടെ അരികിലേക്ക് ഭഗവാൻ എത്തുകയാണ്. പാപിഷ്ടാപേഹി മാർഗാദ്രുതിമിതി വചസാ നിഷ്ഠൂര ക്രുദ്ധ ബുദ്ധേ രംഭഷ്ടസ്യ പ്രാണോദാദി കവജൂഷാ ഹസ്തിനാ ഗുഹ്യമാണഃ കേളി മുക്തോ വദ ഗോപി കുജ കലശ ചിരസ്വർദ്ധദീൻ കുംഭമസ്യ വ്യാഹൃതാലീയദാസ്ത്വം ചരണഭുവി പുനർദിൻ ഗതോ വൽഗുഹാസി. മഹാപാപി, വഴിമാറൂ എന്ന അവിടത്തെ വാക്ക് കേട്ട് അക്രൂരനും കോപാകുലനുമായ ആനക്കാരന്റെ പ്രേരണയാൽ അതിവേഗം പാഞ്ഞെത്തി അവിടുത്തെ തുമ്പിക്കൈയാൽ പിടികൂടി. കളിയായിട്ടെന്ന പോലെ പിടിവിടുവിച്ച അവിടുന്ന് ഗോപികമാരുടെ കുജങ്ങളോട് വളരെ കാലമായി മത്സരിക്കുന്നതെന്ന് തോന്നുന്ന അതിന്റെ മസ്തകത്തിൽ ആഞ്ഞടിച്ചിട്ട് അതിന്റെ കാലുകൾക്കിടയിൽ മറഞ്ഞു. പിന്നെ ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം? അതിനെ ഇങ്ങനെ എന്താ പറയുക, ഗോപികമാരുടെ തുഞ്ചലങ്ങൾ പോലെയാണ് അതിൻ്റെ ഈ കുവലയപീഠം എന്ന് പറയുന്ന ആനയുടെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരു ഭഗവാനൊരു രസം പോലെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ആനയുടെ കാലുകൾക്കിടയിലൂടെ ഇങ്ങനെ പോയിട്ട് ഭഗവാൻ ഇങ്ങനെ കളിപ്പിക്കുകയാണ് ആനേനെ. എന്നിട്ട് തിരിച്ചു വരികയാണ്. ഹസ്തപ്രാപ്യഹാപ്യഗമോ ചടിതി മുനിജസ്യേവ്യദാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരഭിപത്തസ്യ ദന്തം സജീവം ഹ മൂലാദ്യുന്മൂല തന്മൂലഗമിത മഹാമൗക്തികാന്യാന്മമിത്രേ പ്രാതസ്ത്വം ഹാരമേ വിർലളിത വിരചിതം രാധികായേതി ദിശേതിഹാം. മുനിജനങ്ങൾക്കെന്ന പോലെ അവിടത്തെ അടുത്ത് കയ്യിൽ കിട്ടിയിട്ടും പിടികിട്ടാത്തവനായി ഓടിമാറിക്കൊണ്ട് അവിടുന്ന് അവനെ ഭൂമിയിൽ വീഴ്ത്തി. വർദ്ധിത വീര്യത്തോടെ വീണ്ടും പാഞ്ഞുവന്ന അവന്റെ കൊമ്പ് ജീവനോടെ തന്നെ ചുവടോടെ പറിച്ചെടുത്തു.
കൊമ്പിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്ന മുത്തുകളെടുത്ത് ഇവ കൊണ്ട് അഴകുള്ള ഒരു മാല രാധയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞ് ആ മുത്തുകൾ ആത്മസുഹൃത്തിനെ ഏൽപ്പിച്ചു. അപ്പം ഭഗവാൻ എന്ത് ചെയ്യണം? കുവലയപീഠം എന്ന് പറയുന്ന ആന ഇങ്ങനെ വരികയാണ്, ഭഗവാനടുത്തേക്ക് ചീറിപ്പാഞ്ഞ് വരികയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഭഗവാൻ ആ കുവലയപീഠത്തിനെ ഇടിച്ചിട്ട് ആ കൊമ്പെല്ലാം വലിച്ചൊടിച്ച് പറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം? ആ കുവലയപീഠത്തിനെ മസ്തകത്തിൽ ഇടിച്ച് ഭഗവാൻ ആ കുവലയപീഠത്തിനെ വധിക്കുകയാണ്. അങ്ങനെ കുവലയപീഠത്തിന്റെ ആ മുത്തുകളിൽ നിന്ന്, നേരത്തെ പറഞ്ഞില്ല, അതുപോലുള്ള ആ കുഞ്ചലത്തിൽ നിന്നുള്ള ആ മുത്തുകൾ എടുത്തിട്ട് ഭഗവാൻ അത് തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിക്കുകയാണ്. എന്തിനാണ്? രാധാറാണിക്ക് മാല ഉണ്ടാക്കി കൊടുക്കാന്നും പറഞ്ഞിട്ട്. ഗൃഹണാനാം ദന്തമംസേ യുധാമത ഹലിനാരംഗമാവിശന്തം മംഗല്യാവഗംഭീര സകൃത മനോലജോന വിശാലോകാഹ ഹം ഹോ ധന്യേ ഹി നന്ദോ നഹി നഹി പാശുപാലങ്കനാനോ യശോദാ നോ നോ ധന്യേഷണാഹ സ്മസ്തസ്ത്രീ ജഗതി വയമേ വേദി സർവേശംസൂഹ. തോളിൽ ആനക്കൊമ്പ് ഏന്തിക്കൊണ്ട് ബലഭദ്രനോടൊപ്പം മല്ലരംഗത്ത് പ്രവേശിച്ച അവിടത്തെ ഐശ്വര്യപൂരിതമായ അംഗഭംഗിയാൽ ബലമായി കവർന്നെടുക്കപ്പെട്ട മനസ്സും കണ്ണുകളും ഉള്ളവരായ പുരവാസികൾ, ജനങ്ങൾ, ഹോ 3 ലോകങ്ങളിൽ വെച്ച് നന്ദഗോപൻ തന്നെയാണ് ധന്യൻ, അല്ല ഗോപികമാരാണ് ധന്യർ, അല്ലല്ല യശോദയാണ്, അല്ല നാം തന്നെയാണ് ധന്യർ എന്നിങ്ങനെ അവിടത്തെ സൂചിച്ചപ്പം ഭഗവാന്റെ ആ ഇത് കണ്ടിട്ട് അവിടെയുള്ള പുരവാസികളെല്ലാം ആർത്തുല്ലസിക്കുകയാണ്. എല്ലാവരും ഭഗവാന്റെ യശോദാമ്മ ഭാഗ്യവതിയാണ്, ഗോപികമാർ ഭാഗ്യവതിയാണ്, രാധാറാണി ഭാഗ്യവതിയാണ്, ഗോപന്മാർ ഭാഗ്യവതി, അല്ലല്ല അവരാരുമല്ല, നമ്മളാണ് ഭാഗ്യമുള്ളവർ എന്നിങ്ങനെ ആര് പറയുകയാണ്? ആ പുരവാസികൾ പറയുകയാണ് ഭഗവാന്റെ ആ ഇത് കണ്ടിട്ട് സ്തുതിക്കുകയാണ്. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാ നിരവധി പരമാനന്ദ സാന്ദ്ര പ്രകാശം ഗോപേഷു ത്വാം വിലസ്യാർണീ ഖലു ബഹുജനൈസ്താവതാവോദിതാഹൂഹ ദൃഷ്ട്വാ ത്വാം തദേതം പ്രഥമമുപഗതേ പുണ്യകാലേ ജഗൗനാ പൂർണ്ണാനന്ദ വിവാപ സരസമഭിജ ഗുസ്തസ്കൃതാനി സ്മൃതാനി. എങ്ങും നിറഞ്ഞ പരമാനന്ദ പ്രകാശത്തിന്റെ നിറഞ്ഞ ബ്രഹ്മരൂപം തന്നെയെങ്കിലും അവിടുന്ന് ഗോപന്മാർക്ക് സാക്ഷാത്തായി ഗോകുലത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്നതിനാൽ ബഹുജനങ്ങൾ അവിടത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല. മധുരാപുരിയിലെ ജനങ്ങൾക്ക് പുണ്യകാലം വന്നപ്പോൾ അവർക്ക് ആദ്യമായി അവിടത്തെ ദർശിക്കാനും അതുവഴി പാപങ്ങൾ അകന്ന് പൂർണ്ണാനന്ദം അനുഭവിക്കാനും സാധിച്ചു. അവർ പരസ്പരം അവിടത്തെ പ്രവൃത്തികളെക്കുറിച്ച് സരസമായി പുകഴ്ത്തി പറഞ്ഞു. അപ്പം ഭഗവാന്റെ ആ ഇത് കാണാനുള്ള ഭാഗ്യം കിട്ടുകയും അങ്ങനെ ആ പുരവാസികൾ എന്ത് ചെയ്യാണ്? ഭഗവാനെ പുകഴ്ത്തി പറയുകയും ചെയ്യുകയാണ്. ചാണൂരോ മല്ലവീരസ്തനു നൃപഗിരാ മുഷ്ടിഗോ മുഷ്ടിശാലി ത്വാം രാമം ചാവിഭേദച്ചടചടിതീമിതോ മുഷ്ടിപാതാതിരൂക്ഷം ഹാ ഉത്പാദാപാദനാകർഷ വിവിധരണ്യാന്യാസതാം തത്ര ചിത്രം മൃത്യോഹ പ്രാഗ്രേവ മല്ലപ്രപുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. അനന്തരം മല്ലയുദ്ധം തുടങ്ങി. മല്ലയുദ്ധവീരനായ ചാണൂരനും മുഷ്ടിശാലിയായ മുഷ്ടികനും കംസന്റെ ആജ്ഞാനുസരണം അങ്ങയെയും ബലരാമനെയും നേരിട്ടു. തങ്ങളിൽ ചടചട ശബ്ദത്തോടെ മുഷ്ടികൾ കൊണ്ട് ഇടിക്കുകയും എതിരാളിയെ മേലോട്ടെറിയൽ, താഴെ വീഴ്ത്തൽ, വലിച്ചിഴയ്ക്കൽ തുടങ്ങിയ അതിരൂക്ഷമായ മല്ലയുദ്ധമുറകളും ഉണ്ടായി. എങ്കിലും ആ മല്ലയുദ്ധ വീരനായ ചാണൂരൻ മൃത്യുവിന് മുമ്പ് പല പ്രകാരം അവിടത്തെ ബന്ധനത്തിൽ നിന്ന് മോക്ഷത്തെ സാധിച്ചത് അതിശയകരമാക്കുന്നു. അങ്ങനെ മല്ലയുദ്ധവീരനായ ചാണൂരനെ മുഷ്ടിശാലിയായ മുഷ്ടികനെയും കംസനയക്കുകയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചടി എന്നുള്ള ശബ്ദത്തിലൊക്കെ അങ്ങനെ ഭയങ്കര ഇതായിട്ട് എന്ത് ചെയ്യടാ ആ മല്ലയുദ്ധം നടക്കുകയാണ്. ഭഗവാൻ അങ്ങനെ ഇടിച്ച് ആ മല്ലന്മാരെ എല്ലാം ഇടിച്ച് വീഴ്ത്തുകയാണ്. അങ്ങനെ ആ മല്ലയുദ്ധം നടക്കുകയാണ്. അങ്ങനെ മല്ലയുദ്ധത്തിൽ ആരൊക്കെയാണ് മരിക്കുന്നത്? ആർക്കൊക്കെയാണ് മോക്ഷം കിട്ടുന്നത്? മുഷ്ടികാസുരനായ മുഷ്ടികനും കംസന്റെ ആജ്ഞാനുസരണം വന്ന ചാണൂരനും മുഷ്ടികനും അങ്ങനെ ഭഗവാനിൽ നിന്ന് മോക്ഷം ലഭിക്കുകയാണ്. ഭഗവാൻ കൊല്ലുകയാണ്, അവരെ വധിക്കുകയാണ്. ഹാ ദിക്കഷ്ടം കുമരൗ സുലളിത വപുഷൗ മല്ലവീരൗ ഘടോരൗ ന ദ്രശ്യാമോ വ്രജാമസ്ത്വരിതാമിതി ജനേ ഭാഷമാണേ തദാനീം ചാണൂരം തം കരോദ്രമണാ വികളസും പോദയാമാസിരോധ്യാം പിഷ്ടോ വന്മുഷ്ടിഗോപതി ധൃതമദഹലിനാ നഷ്ടശിഷ്ടൈർദദാവേ.
ഹാ കഷ്ടം! ലളിത ശരീരമുള്ള 2 കുട്ടികൾ, കഠിനമായ ശരീരമുള്ള 2 മല്ലവീരന്മാർ, ഞങ്ങൾക്കിത് കാണാൻ വയ്യ, ഞങ്ങൾ ഉടനെ പോവുകയാണ് എന്നിങ്ങനെ ജനങ്ങൾ പരസ്പരം പറയവേ അവിടുന്ന് ചാണൂരനെ പൊക്കിയെടുത്ത് വട്ടം കറക്കി ആ കറക്കത്തിൽ പ്രാണൻ വെടിഞ്ഞ് അവനെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടനെ തന്നെ മുഷ്ടികനെ ബലരാമനും കൊന്നു. ഇത് കണ്ട മറ്റു മല്ലന്മാർ പ്രാണഭയത്താൽ അങ്ങനെ കൊല്ലുകയാണ്, പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടുകയാണ് മറ്റു മല്ലന്മാർ. അപ്പം ആരാണ് ഭൂമിയിലേക്ക് വലിച്ചത്? ഇങ്ങനെ കറക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം, ചാണൂരനെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ ചാണൂരനെ വലിച്ചെറിയുകയാണ്. നിഷ്കരുണം വലിച്ചെറിയുമ്പോൾ ചാണൂരൻ അവിടെ വധിക്കുകയാണ്. അതിനുശേഷം ആ മല്ലനെ എന്ത് ചെയ്യണം, മുഷ്ടികനെ ബലരാമൻ ഇങ്ങനെ എടുത്തിട്ട് ബലരാമൻ ഇടിച്ച് കൊല്ലുകയാണ്, ആ മുഷ്ടികനെയും വധിക്കുകയാണ്. ഇത് കണ്ട മറ്റു മല്ലന്മാർ എന്ത് ചെയ്യണം, പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടുകയാണ്. കംസഃ സംവാര്യ സൂര്യം കലമതിരവന്ദൻ കാര്യമാര്യാൻ പൃഥുംസ്താ നാഹന്തും വ്യാപ്തമൂർത്തേസ്തേവ ച സമശിഷ്യ ദൂരമുസാരണായ രുഷ്ടോ ദുഷ്ടോ ഭിക്ഷ്വം ഗരുഡ ഇവ ഗിരിം മഞ്ജന്യുദഞ്ജത് ഗണ്ഡവ്യാബലൽ ഗദ്ദും സംഗ്രമഹീച ഹഠാത് പ്രാഗ്രാഹീരൗഗ്രസേനീം. ദുഷ്ടബുദ്ധിയായ കംസൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. എമ്പാടും മുഴങ്ങുന്ന പെരുമ്പറ ശബ്ദങ്ങളെ നിർത്തിവെച്ചിട്ട് അവിടുത്തെ ശ്രേഷ്ഠരായ പിതാക്കളെ വധിക്കാനും അവിടത്തെ പിടിച്ചു ദൂരെ മാറ്റാനും കംസൻ കൽപ്പന കൊടുത്തു. ആ ദുഷ്ടവാക്കുകൾ കേട്ട് കോപിച്ച അവിടുന്ന് ഗരുഡൻ പർവ്വതത്തിനു മുകളിൽ എന്ന പോലെ മല്ലയുദ്ധവേദിയിൽ നിന്നും മാളികയുടെ മുകളിലേക്ക് കുതിച്ചുയർന്നു ചാടി. രക്ഷപ്പെടാൻ വാൾവീശിയ കംസനെ അവിടുന്ന് ബലമായി പിടികൂടി. അപ്പം കംസൻ എന്തു പറയും, ഇതെല്ലാം കണ്ടിട്ട് കംസൻ പേടിച്ചലറുകയാണ്. കംസൻ പേടിച്ചിട്ട് എന്തു പറയണം, തൻ്റെ മാതാപിതാക്കളെ, ഭഗവാന്റെ അച്ഛനെ അമ്മേനെയും വധിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് വധിക്കാൻ വേണ്ടിയിട്ട് ദേവകീനെയും നന്ദഗോപരെയും വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഭഗവാൻ അത് ദേഷ്യം വന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ മാളികയുടെ മുകളിലേക്ക് ഇങ്ങനെ കുതിച്ചു ചാടുകയാണ്. ഭഗവാൻ മാളികയുടെ മുകളിലേക്ക് കുതിച്ചു ചാടിയിട്ട് ഈ ദുഷ്ടനായ കംസനെ ഇങ്ങനെ പിടിച്ച് വലിച്ചെഴിച്ചുകൊണ്ട് വരികയാണ്. സദ്യോ നിഷ്പിഷ്ട സന്ധിംഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വതുപരി പതിതാനാകിനാം പുഷ്പവൃഷ്ടിഹാം കിം കിം ബ്രൂഹസ്മദാനീം സതതമവീ പ്രിയാ ത്വദസ്ഗാത്മാ സഫേചേ സായൂജ്യം ത്വദ്ദോത്മാ പരമിയം വാസനാ കാലനേമേഹ. സന്ധിബന്ധങ്ങൾ തകർത്ത് കംസനെ മാളികയിൽ നിന്നും താഴേക്ക് വീഴ്ത്തി. എന്നിട്ട് അവന്റെ മേലെ അവിടുന്ന് ചാടി വീണു. അപ്പോൾ അവിടത്തെ മേൽ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. അപ്പോൾ എന്ത് പറയട്ടെ, എല്ലായ്പ്പോഴും ഭീതി പൂണ്ട് അവിടുത്തെ തന്നെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ആ കംസൻ സായൂജ്യം പ്രാപിച്ചു. അല്ലയോ പരമാത്മ സ്വരൂപനായ ഭഗവാനേ, അവിടുന്ന് കംസന്റെ പൂർവജന്മമായ കാലനേമിയെ വധിച്ചപ്പോഴുണ്ടായ ശ്രേഷ്ഠമായ വാസന കാരണമാണ് അവൻ ഈ ജന്മം കംസനായി ജനിച്ചതും അവിടുന്ന് തന്നെ അവനെ വധിച്ചതിലൂടെ അവന് മോക്ഷം ലഭിക്കാനിടയായത്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം, ആ ദുഷ്ടനായ കംസനെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് ആ മാളികയുടെ മുകളിൽ നിന്ന് ഇടിച്ചിട്ട് ഒരുപാട് ഇടിച്ച് ഇതാക്കിയിട്ട് മാളികയുടെ മുകളിൽ നിന്ന് ആ ദുഷ്ടനായ കംസനെ വലിച്ചെറിയുകയാണ്. അങ്ങനെ കംസന് മോക്ഷം ലഭിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ കംസന്റെ മുമ്പ് കാലനേമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ആ കാലനേമിനെയും ഭഗവാൻ വധിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ആ ദുഷ്ടനായ കംസനെ വധിക്കുകയാണ്. കംസനെ വധിച്ചിട്ട് കംസനെ എന്ത് കൊടുക്കുകയാണ്, മോക്ഷം കൊടുക്കുകയാണ്. അപ്പോ ദേവന്മാരെല്ലാം ഇങ്ങനെ ദേവലോകത്ത് നിന്ന് ഭഗവാനെ പുഷ്പവൃഷ്ടികളൊക്കെ നടത്തുകയാണ്. തത്ഫ്രൂതന്നഷ്ടപൃഷ്ട ദ്രുതമദപിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ യതുകുലമഖിലം മോദയൻ കാമദാനൈഃ ഭക്താനാമുത്തമം ചോദമവം ഗുരോ പത്നീതിം സകായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേരുദ്ദിമേ സർവരോഗാൻ. അനന്തരം അവന്റെ 8 സഹോദരന്മാരെയും കൊന്നു. ബന്ധനത്തിൽ നിന്നും അച്ഛനമ്മമാരെ മോചിപ്പിച്ചു. കംസപിതാവായ ഉഗ്രസേനനെ രാജാവായി വാഴിക്കുകയും യാദവന്മാർക്കെല്ലാം അഭീഷ്ടങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു. ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം അഭ്യസിച്ചുകൊണ്ട് ഭക്തി ശിരോമണിയായ ഉദ്ധവനെ സഖാവാക്കി അവിടുന്ന് മധുരാപുരിയിൽ സന്തോഷമായി കഴിഞ്ഞു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയന്റെ എല്ലാ രോഗങ്ങളെയും മാറ്റണമേ.
അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? അനന്തരം അവന്റെ 8 സഹോദരങ്ങളെയും വധിക്കുകയാണ്. കംസന്റെ 8 സഹോദരന്മാരുണ്ടല്ലോ, ദുഷ്ടന്മാരായ ആ 8 സഹോദരന്മാരെയും വധിക്കുകയാണ്. അങ്ങനെ കംസന്റെ ആ ദുഷ്ടന്മാരായ 8 സഹോദരന്മാരെയെല്ലാം വധിച്ച് മധുരാപുരിയിലുള്ള ജനങ്ങളെയെല്ലാം സംരക്ഷിച്ച് എന്ത് ചെയ്യണം? തൻ്റെ അച്ഛനെയും അമ്മയും തൻ്റെ സ്നേഹനിധിയായ ദേവകീനെയും വസുദേവരെയും ഭഗവാൻ എന്ത് ചെയ്യണം? രക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്? അച്ഛനമ്മമാരെ മോചിപ്പിച്ചിട്ട് കംസപിതാവായ ഉഗ്രസേനനെ, കംസന്റെ പിതാവായ, അപ്പൊ കംസൻ തന്റെ സ്വന്തം പിതാവായ ഉഗ്രസേന മഹാരാജാവിനെ പോലും തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള വർഷങ്ങളായി തടവിൽ പാർപ്പിച്ചിരുന്ന ആ ഉഗ്രസേന മഹാരാജാവിനെയും ഭഗവാൻ മോചിപ്പിക്കുകയാണ്. മോചിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? രാജാവായിട്ട് ആ ഉഗ്രസേനനെ അഭിഷേകം ചെയ്യുകയാണ്. അതിനുശേഷം അവിടെയുള്ള യാദവന്മാർക്കെല്ലാം അഭീഷ്ടങ്ങൾ നൽകിയിട്ട് സന്തോഷിപ്പിക്കുകയും ചെയ്തു. പിന്നെ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം അഭ്യസിച്ചുകൊണ്ട് ഭക്തശിരോമണിയായ ഉദ്ധവരെ സഖാവാക്കി. അപ്പൊ ഉദ്ധവരെ എന്ത് ചെയ്യാണ്? സഖാവാക്കി മാറ്റുകയാണ്. അങ്ങനെ ഭയങ്കര ഒരുപാട് സന്തോഷമായിട്ട് ഭഗവാൻ മധുരാപുരിയിൽ കഴിയുകയാണ്. അപ്രകാരമുള്ള ഭഗവാനെ, അല്ലയോ ഗുരുവായൂരപ്പാ രക്ഷിക്കണമേ, അല്ലയോ ഗുരുവായൂരപ്പാ തന്നെ ആടിയങ്ങളെ സകല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നിവിടെ പറയുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അതുപോലെ നമുക്കും പറയാം, അങ്ങനെയുള്ള ഭഗവാനെ, ആ ദുഷ്ടനായ കംസനെ വധിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് ദുഷ്ടന്മാരുണ്ടല്ലേ, അങ്ങനെയുള്ള ദുഷ്ടന്മാരെല്ലാം ഭഗവാൻ ഇല്ലാതാക്കട്ടെ, അങ്ങനെയുള്ള ദുഷ്ടന്മാരിൽ നിന്ന് എല്ലാ സജ്ജനങ്ങളെ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനെ രക്ഷിക്കണമേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ശ്രീ രാധേ രാധേ, ജയ ജയ ശ്രീ രാധേശ്യാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് കംസവധമായിരുന്നു. അപ്പം എല്ലാം എനിക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് ഇത്രയും വായിക്കാൻ കഴിഞ്ഞതിൽ ഭഗവാനോട് ഞാൻ നന്ദി പറയുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നാരായണീയത്തിൻ്റെ ഇത്രയും എനിക്ക് പറയാനുള്ളൊരു നമുക്ക് കേൾക്കാനുള്ളത്. എല്ലാവർക്കും അത് പറയാൻ സാധിക്കട്ടെ, ഉള്ളൊരു ഭാഗ്യം ഉണ്ടാവുന്നത്. അതിനും നന്ദി പറയുകയാണ്. ഭഗവാനോട് അത്രയും പ്രാർത്ഥിക്കുകയാണ് മനസ്സുരുവി. അങ്ങനെയുള്ള എല്ലാവരുടെയും നല്ലവരായിട്ടുള്ള എല്ലാവരുടെയും അച്ഛനമ്മമാർക്ക്, പാവങ്ങൾക്ക് ആ ഒരു മോചനം ഉണ്ടാവട്ടെ. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ അങ്ങനെ അവർക്കൊരു നല്ല ഗതി കൊടുക്കട്ടെ. എല്ലാവർക്കും നല്ലവർക്ക് എല്ലാം നല്ലത് വരട്ടെ എന്ന് ഞാൻ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം ഭഗവാനോട് അത്രയും മനസ്സുരുക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഭഗവാനോട്. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളത് നോക്കാം കേട്ടോ. ഇന്ന് കംസവധമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ. തജന്മത് ലിങ്ടോക മുകേഷ് തവാൻ അനിൽ കംല രാഖി ബോയ്. തമിഴ് പറയുന്നുണ്ട്. തമിഴ് എനിക്ക് വായിക്കാൻ അറിയില്ല കേട്ടോ. ഹായ്. നിഷ രാജീവ്, രാജേഷ് രാജ്, നിഖില തമനിൽ ധരോദ്, നിഖില തമനിലാൽ ധരോദ്. എൻ നെഞ്ചിൽ കുടിയിരിക്കും അഭിഷേക് വി, മുരുകേശൻ 5 സാപ്പിട്ടു. സുഖമാണ്. കാൽമി സുരേഷ്, അജി കക്കോഡ്. നമസ്തേ ചേച്ചി, നമസ്തേ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത്രയും പേരാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല, കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. സ്ഥിരമായിട്ട് കേൾക്കാൻ വരുന്ന കുറച്ച് പേരുണ്ട്. അവരിനിപ്പോൾ ലൈവ് ഇടുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കുമായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ലവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള എല്ലാ കംസന്മാരെയും ഭഗവാൻ നേരെ ആക്കട്ടെ, അവർക്കൊരു നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ജീവിതം എന്നൊക്കെ പറയുന്ന ഒരു ക്ഷണികമാണല്ലേ. ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് വിദ്വേഷങ്ങൾ, പകകൾ അങ്ങനെയൊന്നും വെക്കാതിരിക്കും. ഒന്നുമല്ല, ഒന്നുമല്ല. അപ്പം ഇതൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രാവശ്യം നാരായണിയൊക്കെ വായിച്ചിട്ട് ഒരുപാട് അറിവുള്ളവർ മനസ്സിലാക്കിയവരൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു അവസരം ഭഗവാൻ തന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും താഴ്ന്നു തന്നെയാണ്
പറയുന്നത് കേട്ടോ. അപ്പം അത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം എല്ലാവരും നാരായണീയം വാങ്ങി വായിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ജീവിതം ഇപ്പം ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെ നമുക്ക് അറിയില്ല ആർക്കൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയാ സംഭവം. ഇപ്പം ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഇനി നാളെ ഞാൻ കാണുമെന്ന് പോലും തന്നെ അറിയില്ല ഈ ഭൂമിയിൽ. അപ്പൊ അതാണ് അവസ്ഥ. അതിപ്പോൾ നമുക്ക് അറിയില്ല, ഒരു നിമിഷം മതി ഒരാള്. അപ്പൊ എന്തിനാണ് ഈ ക്ഷണികമായ ജീവിതത്തിൽ നമ്മൾ വെറുതെ വിദ്വേഷങ്ങള്, പകകള്, മറ്റുള്ളവരെ ദ്രോഹിക്കുക, അവരെ ദ്രോഹിച്ചിട്ട് ഉയർന്ന് വരാന്നുള്ള ചിന്തകൾ, അങ്ങനെ പല എന്തിനാണ് കള്ളവും ചതിയും വഞ്ചനയും, അതൊക്കെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും നന്നായിട്ട് പോവുക, പറ്റുന്നിടത്തോളം എല്ലാവരെയും സഹായിക്കാൻ പറ്റും. ഇനി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതെയെങ്കിലും ഇരുന്ന് പോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിലും ചെയ്ത് പോയി നല്ല ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും അതിനുള്ള മനസ്സ് ഭഗവാൻ കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേ ശ്യാം.